കരയുന്നു കുട്ടികൾ പശിമൂത്തുവല്ലാതെ, കരയില്ല ഞാൻ സഹന തപസ്സനുഷ്ഠിക്കുന്നവൾ. വൈകുന്നു പതിവിലും വേടനിങ്ങെത്തിയില്ല, വിശപ്പകറ്റാൻ എന്തു വരമുണ്ടു ഭൂമിയിൽ. വന്നെത്തുമുടനവൻ സ്പഷ്ടം വരമായി കിട്ടിയിട്ടുണ്ടവന് വേട്ടയ്ക്ക് വൈഭവം. കാലങ്ങളേറെയായി വയറിന്റെ കാഹളം കേട്ടി വനാന്തരെ കഴിയുന്ന നിശ്ചിതം. കരിയിലയമരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്, പറവകൾ വിഹ്വലം പറന്നകലുന്നുണ്ട്. മനതാരിൽ മലവൃഷ്ടി വന്നു മൂടുന്നുണ്ട്, പ്രണയവും പ്രാണനും വരമറിയിക്കുന്നുണ്ട്. കാനന പ്രണയം എരിച്ചൊടുക്കട്ട ഞാൻ, കാളും വയറിലെ യാഗാഗ്നിജ്വാലയാൽ. എത്തിയൻ നാഥൻ പതിവിൻ വിപരീതം, ആയുധം മാത്രമായി ആഹാരമില്ലാതെ. എന്താണരുതാത്തതുണ്ടായതെന്നാഥ, കുഞ്ഞുദരങ്ങളിൽ കാടിളകുന്നല്ലോ. അഷ്ടിക്കു വേണ്ടി ഞാൻ തട്ടിപ്പറിക്കുമ്പോൾ താപസർ ന്യായമായി ചോദിച്ചൊരു ചോദ്യം, നിങ്ങളെ പോറ്റുവാൻ ഞാൻ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ പങ്കിലും കൂടെയുണ്ടാവില്ലേ? പത്നി പറഞ്ഞ മറുപടിയിൽ പതി ആദ്യമായി കണ്ടൊരു വേദാന്ത സാഗരം, ജ്ഞാനവിസ്ഫോടനം. പത്നി പറഞ്ഞ മറുപടിയിൽ പതി ആദ്യമായി കണ്ടൊരു വേദാന്ത സാഗരം, ജ്ഞാനവിസ്ഫോടനം. താതൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താതൻ അനുഭവിച്ചിടുകെന്നേ വരൂ. പുത്രരുമങ്ങനെ ചൊന്ന നേരം വേടൻ ഉത്തരം നൽകുവാൻ പനുപോയി ക്ഷണം. പിന്നെ വാൽമീകിയും തുടർന്നേറെ പ്രശസ്തമായി തീർന്ന കഥകളും ഒക്കെ അറിവുള്ളതല്ലേ, അറിയാതെ പോയതീ വേടത്തിതൻ പുറ്റുമൂടിയ ജീവിതം. അസ്ഥിയുന്തി അരപ്രാണൻ നിലനിർത്തി അക്ഷരാർത്ഥത്തിൽ നിരാലംബയായവൾ, വാൽമീകമൊന്നു രൂപപ്പെടും നേരത്തും വാൽമീകി ശ്രേഷ്ഠനായി മാറിയ നേരത്തും നൊന്തും പരിതപിക്കാതെയും ജീവിച്ച കാനനപുത്രിതൻ പേരും പെരുമയും ഹാസമാണോ ഇതിഹാസമല്ലേ? മഷി തീർന്നു പോയോ താളിയോലയില്ലേ? എന്തുകൊണ്ടോ നാം അറിയാതെ പോയൊരാ പൂർണ്ണനാരീശ്വരി ജീവിച്ച ജീവിതം. വാൽമീകമില്ലാതെ മൂടപ്പെടും നേരം എഴുതപ്പെടാത്തൊരേട് എവിടെയോ പാറുന്നു. വാൽമീകമില്ലാതെ മൂടപ്പെടും നേരം എഴുതപ്പെടാത്തൊരേട് എവിടെയോ പാറുന്നു.